എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലുണ്ട് നമ്മുടെ എറണാകുളം കലൂരിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കണത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ് എന്നാണ്. അപ്പോൾ കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെ കാലിക്കറ്റിൻ്റെയൊക്കെ നല്ല കാലിക്കറ്റ് വിഭവങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിനകത്തേക്കാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയണത്. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ ചെടികളൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചേക്കണേന്. ഇങ്ങനെ നല്ല എൻവയോൺമെൻ്റ് ആയിട്ടുള്ള രീതി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടുള്ള നമുക്കപ്പോൾ അകത്തേക്കൊന്ന് നൈസായിട്ട് നമുക്കൊന്ന് കയറാം. അപ്പോൾ അകത്തേക്ക് ഉള്ളിൽ നിന്നൊക്കെ കൊടുത്തിട്ട് നമുക്കപ്പോൾ അകത്തേക്കൊന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയിലേക്ക് ഒന്ന് പോകണം. നമുക്ക് അവിടേക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കണ്ടേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ നമ്മുടെ ഈ തലയിലൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ കാണാറുള്ളത് സംഭവമൊക്കെ ഉണ്ട്. മമ്മി ഉണ്ട് ഇവിടെ. മമ്മി എനിക്കും അവർ ഇതുപോലൊക്കെ ഇടാൻ വേണ്ടി തന്നിട്ടുണ്ട്. കാരണം നമ്മൾ കിച്ചണിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അത് എല്ലാം ശ്രദ്ധിക്കേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് അവിടുത്തെ കിച്ചണിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കിച്ചൺ എന്ന് പറയണത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോ ഫുഡിനായിട്ടൊക്കെ ഉള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ എന്തിനുള്ള പ്രിപ്പറേഷൻ്റെ കാന്താരിയുടെ അല്ലേ? ഇപ്പോൾ അതേപോലത്തെ ആ വലിയ ചെമ്പിലൊക്കെ എന്തോ ഉള്ള അത് ബിരിയാണി ചിക്കൻ ഡ്രൈ ഫ്രൈ പയ്യോളി ചിക്കൻ. അപ്പോൾ ഇത് സ്പെഷ്യൽ ഡിഷാണ് ഇവിടുത്തെ. ഇത് ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്. ബിരിയാണി അല്ലേ? ഇതെന്ത് ബിരിയാണിയാണ്? ചിക്കൻ. ഇത് ചിക്കൻ നർനൈ ചിക്കൻ. ഇത് നർനൈ മട്ടൻ. പിന്നെ ഇതോ ഇതിപ്പോ ഈ സാധനം തുറക്കുമ്പോ തന്നെ നമുക്കൊരു നല്ല ഫ്ലേവർ വരുന്നുണ്ട്. മണമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും കിച്ചണിലുള്ള ഓരോ കാഴ്ചകൾ ഇവിടെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമ്മൾക്ക് അവർ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. പല പല ഐറ്റംസാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ ഇത് നമ്മുടെ തായ് ഗ്രിൽ പ്രോൺസ്. ഇത് നമ്മുടെ ഫിഷ് ഫിംഗർ ബ്ലാങ്കറ്റ് പറയാൻ കിട്ടില്ല. ഇത് നമ്മുടെ എന്തെന്നാന്ന് പറഞ്ഞാൽ ഇത് കാന്താരി ഫിഷ് ഫില്ലറ്റ്. ഇത് പിന്നെ ഇലയിൽ തവ അല്ലേ? ഇലയിൽ തവ ഇപ്പൊ അവര് ചോദിച്ചപ്പോ പറഞ്ഞത് ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കേ, കണ്ടില്ലേ? കണ്ടില്ലേ? എന്താണല്ലേ ഇതൊക്കെയാണ്. അപ്പൊ നമ്മള് കണ്ടില്ലേ ഇത്രയും നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, എല്ലാം നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല വായിക്കൊള്ളാണ്ട് വരാൻ. ഇതിന്റെ ഉള്ളിൽ വന്നപ്പോ എനിക്ക് ഒരു പ്രത്യേക ഒരു ഇത് തോന്നിയത് ഇവിടുത്തെ എല്ലാം നല്ല എന്താ പറയാ, കല്യാണം കപ്പിൾസിനൊക്കെ വരാനായിട്ട് നല്ല രസമാണ്. നല്ല ഒരു എന്താണ് എല്ലാം കാണാൻ നല്ല പ്രൗഡി, എല്ലാം കൊണ്ടും നല്ലൊരു ഗെറ്റപ്പ് ഉള്ളൊരു ഹോട്ടലാണിത്. എല്ലാം കൊണ്ടും നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരുന്ന് കഴിക്കാനും നല്ല പ്രൈവസി ഉണ്ട് ഈ ഹോട്ടലില്. നല്ല ഒരു അതുമല്ല നമ്മൾ ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് വരാനും കാർ പാർക്കിങ്ങിനും ഒക്കെ ഒത്തിരി സൗകര്യമുണ്ട്. റോഡിൽ നോക്കുമ്പോ എനിക്ക് അയ്യോ കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ബാക്കിലായിട്ടാണ് ഇതിന്റെ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ നല്ല പോലെ ഉണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ ഈ ഫുഡ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഇതിപ്പോ നമ്മുടെ ഫിഷ് ഫില്ലറ്റ് ബ്ലാങ്കറ്റ് എന്നാണ് ഇപ്പൊ അവര് പറഞ്ഞതല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? ബ്ലാങ്കറ്റ് ഫിഷ്. അപ്പോൾ ഇതിപ്പോ നമുക്ക് ഞാനും എടുത്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
നല്ല സ്മൂത്ത് പോലെ തോന്നുന്നുണ്ട്. നല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ നല്ല പോലെ എന്തോ ഫില്ല് ചെയ്ത പോലെ ഉണ്ട്. ചൂട്ടിട്ട് എന്താ പറയത്, സത്യത്തിൽ ഇത് ഫിഷ് ആണെന്ന് കണ്ടാ പറയില്ല. നല്ല ഒരു എല്ലാം കൂടി എരിവുണ്ട്, എല്ലാം പാകത്തിന്. കഴിച്ചു നോക്കട്ടെ കേട്ടോ, ഒന്നുകൂടി കഴിച്ചിട്ട് എന്താ പറയാ, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അതിന്റെ ഉള്ളിൽ നല്ല വേറെ ഫീലിങ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുള്ള ഫിഷ് മാത്രല്ലേ സാധാരണ ഫിഷ് കഴിക്കാറില്ലാട്ടാ. സാധാരണ റസു ഫിഷ് കഴിക്കാറില്ല. ഇതിപ്പോ ഫിഷ് അടിച്ചു വിടുന്നുണ്ട് ഇവിടെ വന്നപ്പോ. അപ്പൊ അവനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കുന്നുള്ള കാര്യത്തിന് ഉറപ്പായി. അപ്പൊ ഇതൊന്ന് കഴിച്ചു കഴിയട്ടെ. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ബ്ലാങ്കറ്റ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ഡിഷില്ല ബ്ലാങ്കറ്റിന്റെ ഇപ്പൊ നമ്മൾ കഴിച്ചത്. അപ്പൊ അതിന്റെ മെയിൻ റെസിപ്പി ഇപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലില്ലേ, കോക്കനട്ട് മിൽക്ക്, പിന്നെ മസ്റ്റാർഡ്, തായ് ചില്ലി, അങ്ങനത്തെ കുറച്ച് ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള സംഭവമൊക്കെ ചേർത്തിട്ടാണ് ഇതാക്കിയത്. അതായത് ഇതല്ല നമ്മുടെ ബ്ലാങ്കറ്റ് ഇപ്പൊ നമ്മൾ നേരത്തെ കഴിച്ചത്. അപ്പോൾ ഇപ്പോ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക്. അപ്പൊ നമ്മള് ഇനിയിപ്പോ അതിന്റെ നമ്മൾ ഇത്രേ അറിഞ്ഞു. ഇതിങ്ങനെ അവര് അത് കഴിഞ്ഞിട്ട് അവരത് റോള് ചെയ്ത പോലെയാണ് അത് അവര് ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫ്രൈ അല്ല, എന്നിരുന്നാലും നമ്മളിങ്ങനെ ഉള്ളില് നല്ല സ്മൂത്ത് ആയിട്ട് പുറം ഇങ്ങനെ കോട്ടിങ് പോലെ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ എന്താ പറയാ കഴിച്ചിരിക്കുന്നത്, ഫിഷ് ബ്ലാങ്കറ്റ് കഴിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് തന്നെ. സാധാരണ നമ്മളിങ്ങനെ ബ്ലാങ്കറ്റ്. അപ്പൊ ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പൊട്ടിക്കാൻ പോണുള്ളൂ. പ്രോൺസിന്റെ ടേസ്റ്റ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടോ മീ? സാധാരണ ഒത്തിരി വലിയ കൊഞ്ചാണ് ഞാൻ കഴിക്കുന്നത്. എന്തെങ്കിലും ഇത്രയും വലുത് കഴിക്കാറില്ല. എരിവുണ്ടോ? എരിവുണ്ട്. പിന്നെ എന്താ എരിവുണ്ട്, മധുരം പോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത പോലെയാണ് എനിക്ക് ഇതിന്റെ ടേസ്റ്റ് തോന്നുന്നത്. ഒത്തിരി എരിവില്ല, എന്നാലും എരിവുണ്ട്. ഇതില് മല്ലിയില ചേർത്തിട്ടുണ്ടോ? മല്ലിയിലയുടെ ടേസ്റ്റ് ഇതും ഇത് നമ്മളുടെ ഇലയിൽ തവ. അത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയാണ്. ആദ്യം റസൂന്റെ പ്ലേറ്റിലോട്ട് വെക്കൂ. ഒരെണ്ണം ഞാൻ എടുക്കട്ടെ. ടേസ്റ്റ് ഇലയിൽ തവ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്തിരി നല്ല സ്പൈസി ഉള്ളതാണെന്നാണ് കേട്ടത്. ഇതാണ് മാറ്റി വയ്ക്കുക. ഇത് നമ്മുടെ കോക്കനട്ടിന്റെയും ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. തവ മസാല മറ്റേ തായ് ചില്ലിയൊക്കെ ഇട്ടിട്ട്. ഇത് നമ്മുടെ തവ മസാല ഇന്ത്യൻ സ്റ്റൈൽ. ഇത് കേരള സ്റ്റൈലാണെന്നാണ് ഇവര് പറയുന്നത്. ഇലയിൽ തവ. ഇതും ഫിഷാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് എല്ലായിടത്തും ചെല്ലുമ്പോഴും ഈ പറഞ്ഞ പോലെ ചിക്കനും അതും ഇതും ഒക്കെ ആയിട്ടായിരുന്നു. ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള റെസിപ്പിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതൊക്കെ. നല്ല അപ്പൊ റസൂനെ സംബന്ധിച്ചിട്ട് ഫിഷ് കഴിക്കുന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന് അഭിനയമായിരുന്നു ഇത്ര കാലം. അപ്പൊ ദേ ഇതിന്റെ ടേസ്റ്റ് കാണിക്കാൻ പോവാണ്. കോക്കനട്ട് ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ തേങ്ങ ഒന്നിങ്ങനെ കടിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി എരിവുള്ള ടൈപ്പാണ്. നല്ല വെള്ള അരിയുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എരിവുണ്ട്, എല്ലാം ഉപ്പും പുളിയൊക്കെ അത്യാവശ്യം എല്ലാം പാകത്തിനാണിത്. അതും വാഴയിലല്ലേ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ വാഴയിലയുടെ
ടേസ്റ്റ് എന്താണെങ്കിലും ഇതിൽ വരാതിരിക്കില്ലല്ലോ, ഫ്ലേവർ എന്താണെങ്കിലും വരാതിരിക്കില്ല. എരിവെന്ന് പറയുമ്പോ നല്ല എരിവുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മുടെ കുട്ടികൾക്ക് വരെ കഴിക്കും, കുഞ്ഞു കുട്ടികൾക്ക് വരെ കഴിക്കാം. അതിന് അത്രയൊക്കെ ഉള്ള എരിവ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ ഇതിന്റെ ഉള്ളൊക്കെ അതെ, പുറം ഇതിന്റെ നല്ല മുളകാണെങ്കിലും ഇതിന്റെ ഉള്ള് അത്ര ഇതില്ല, കോട്ടിംഗ് ആണ് എരിവായിട്ട് തോന്നിക്കുന്നത്. പക്ഷെ ആ കോട്ടിങ്ങിലാണ് നമ്മുടെ ഇതിന്റെ ടേസ്റ്റ്. ഗ്രേവി ഒക്കെ നല്ല പോലെ അടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൊടുത്ത നമുക്കൊന്ന് സർവ് ചെയ്യുന്ന ആളുകളൊക്കെ സ്റ്റാഫുകളൊക്കെ നല്ല പക്ക നീറ്റാണ്. അതെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം അവര് നമുക്ക് കൊണ്ടുവന്ന് വെക്കാനും ഓരോന്ന് സെറ്റ് ചെയ്യാനും നല്ല ഒരു എളിമുള്ള ഒരു പിള്ളേരായിട്ടാണ് എനിക്ക് തോന്നിയത്. പല സ്ഥലത്ത് പോയിട്ടും കുഴപ്പമില്ലാത്ത തന്നെയാണ്. ഇതും അതുപോലെ തന്നെ സർവ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന പിള്ളേര്, നമുക്കറിയാലോ അവരുടെ തൊഴിൽ അവർ മാന്യമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഷെഫിനെ ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തുള്ളൂ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇത് കണ്ടില്ലേ, തേങ്ങാ കൊത്ത് വരെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങയുടെ കൊത്ത് ഇങ്ങനെ പീസാക്കിയിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. എല്ലാം നല്ലോണം ടേസ്റ്റ് ചെയ്തിട്ട് ഫിഷൊക്കെ നല്ലോണം ഞാൻ അടിച്ചു വിടുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും മെച്ചം. കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. നമ്മൾ ഓരോ ഹോട്ടലിൽ ചെല്ലുമ്പോഴോ അത് നല്ല ആദ്യത്തെ ബ്ലാങ്കറ്റ് അടിപൊളിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ റസു അവിടുന്ന് പോന്നപ്പോ പറഞ്ഞിരുന്നു ഫിഷ് ഐറ്റംസ് ഒന്നും ആണെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ മമ്മി എന്ന് പറഞ്ഞാ പോന്നിരുന്നത്. ഇവിടെ വന്നപ്പോ എനിക്ക് ഫിഷ് ഒന്നും ഒരു ഭാരമല്ലാന്നോ എനിക്ക്. ഇനി വേറൊരു ഐറ്റം ഉണ്ട്, അതും കൂടി ഞങ്ങള് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. കാന്താരി ഫിഷ് ഫില്ലറ്റ്, അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറയണത്. അപ്പൊ ഇത് അവര് സലാഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കുക്കമ്പർ, അതിനുള്ള ബീട്രൂട്ട് എല്ലാം കൂടെ. അപ്പൊ നമ്മൾ ഒരു നാരങ്ങ ഇതിലേക്കാണ് ഒഴിക്കേണ്ടത്. ഇതിലോട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൽ മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൂട്ടിയല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് യോജിപ്പിക്കട്ടെ എന്ന് പറയുമ്പോ മറ്റേ യൂട്യൂബിലെ ഫുഡിന്റെ കാര്യമാണ് റസൂന് അവിടുത്തെ. അപ്പൊ ഇതൊന്ന് കുറച്ച് റസൂ എടുത്തോളൂ, കുറച്ചൊന്നും സ്പൂൺ കൊണ്ട് തന്നെ കോഴി എടുത്തോളൂ. നമുക്കിനി നമ്മുടെ ഫിഷ് ഇതിലെടുക്കാം. ഓക്കെ, ഞാൻ ഇതെടുത്തു. അമ്മ ഇപ്പോൾ അത് എടുത്തോണ്ടിരിക്കുകയാണ്. സലാഡാണ് നമ്മള്. ഇതിലൊരു പീസും കൂടി ലാസ്റ്റ് പീസ് വെക്കട്ടെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് ഇതും കഴിക്കുന്നതാണ് ഫിഷ് ഫില്ലറ്റ് അല്ലേ? ഫിഷ് ഫില്ലറ്റ് കാന്താരി എന്നാണ്. ഇതാണ് ഇതിന്റെ മെയിൻ, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. അപ്പൊ അത് നിങ്ങൾ ഇവിടെ വരുമ്പോ ചോദിക്കാൻ മറക്കരുത്. ഫിഷ് ഫില്ലറ്റ് കാന്താരി, ഫിഷ് ഫില്ലറ്റ് കാന്താരി. റസു പറഞ്ഞപ്പോ ഞാനാകെ കൺഫ്യൂഷനായി. അപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. ഇതിന്റെ ഫ്ലേവർ എന്തൊക്കെയാണ്? ഇതിന്റെ ഫ്ലേവറിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്, കോക്കനട്ട് പൗഡർ, ഗാർലിക്, ചില്ലി സോസ് എല്ലാം കൂടിയുള്ള ഒരു മിക്സ്ഡ് ആണ് ഇത്. അപ്പോൾ കാന്താരി ഫില്ലറ്റ്, ഫിഷ് കാന്താരി ഫില്ലറ്റ്. ഇത് ഇത്രയും കഴിച്ചപ്പോ തന്നെ ഏകദേശം പിന്നെ
കാന്താരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി സ്പൈസി ഉണ്ടെന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല. എന്നാലും എനിക്കിതൊക്കെ ഇത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയുടെ കൂടെ കേട്ടോ. ചപ്പാത്തി ഈ നമ്മളെ കുബൂസൊക്കെ കൂടെ കഴിക്കാനായിട്ട് എനിക്ക് ചോറിനേക്കാൾ എനിക്കിഷ്ടം ഇതാണ്. അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും നിങ്ങളിത് മിസ് ചെയ്യരുത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ കലൂര് വരുമ്പോ എറണാകുളത്തുള്ളവര് ഇവിടെ വന്നിട്ടും കഴിക്കണം. കലൂര് വന്നിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ ഒരിക്കലും മിക്സ് ചെയ്ത് ഹോട്ടലിൽ ലൊക്കേഷനിൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവേ, വർക്ക് ഉണ്ടാവും, നോക്കിയാൽ മതി. ഇവിടെ ഓരോന്നും നിങ്ങൾ വന്നുകഴിയുമ്പോ നിങ്ങൾക്ക് അറിയാലോ. ഓരോന്ന് വന്ന് നോക്കി ഞങ്ങളുടെ ആമിനാസ് അടുക്കള കാണുന്നവരെല്ലാവരും ഇവിടെ വന്ന് ചോദിച്ചിട്ട് ഒരു പ്രാവശ്യത്തിലും വന്ന് നിങ്ങൾ ടേസ്റ്റ് നോക്കണം, മറക്കരുത് കേട്ടോ. അപ്പം ഞങ്ങള് എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഞാൻ വെജിറ്റബിൾ തൊട്ടില്ല. അത് വെജിറ്റബിൾ ഫിഷ് ആണ് തട്ടിവിട്ടു. ഫിഷാണെന്ന് തോന്നിയിട്ടെല്ലാം തോന്നുന്നത്. ആ വലിപ്പമൊക്കെ കണ്ടപ്പോ ഇറച്ചി രൂപം തോന്നുന്നു. പക്ഷേ ഫിഷാണെന്ന് മനസ്സിലായി. നല്ല ടേസ്റ്റ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാം കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ്. അതാണ് നമ്മളിങ്ങനെ എത്ര മുരിഞ്ഞാന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ്. അല്ല അല്ല അത് കോക്കനട്ട് ഒക്കെ നല്ല പാലൊക്കെ മുള്ളില്ല. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ ഫുഡൊക്കെ കഴിക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടർ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബിരിയാണി ഡിഷ് കഴിക്കാന്ന് വിചാരിച്ചു. ഇത് ബാംബു ബിരിയാണി. ഓക്കെ, ബാംബു ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല നമ്മുടെ പുട്ടുകുട്ടിയിൽ തയ്യാറാക്കിയ രീതിയിലുള്ള ബിരിയാണിയാണ്. ഇതെന്താ ബിരിയാണി? ബാംബു ചിക്കൻ ബിരിയാണി. ഇതേ കണ്ടില്ലേ, ചിരട്ട പുട്ട് പോലെ കണ്ടില്ലേ, ചിരട്ട ബിരിയാണി കണ്ടില്ലേ? ഇതൊക്കെ വെറൈറ്റി ആണ്. കണ്ടില്ലേ, ഇത് കുറ്റിയില് ഒന്ന് കാണിച്ചോളൂ. ഇത്രയും വലിയ കുറ്റിയില് കണ്ടില്ലേ, ഇത്രയും വലിയ കുറ്റിയില് ഇങ്ങനെ നമ്മൾ ഇതുപോലെ പുട്ട് നിറക്കുന്ന പോലെ നിറച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ബിരിയാണിയാണ്. പിന്നെ അതേപോലെ തന്നെ ഓരോ സലാഡിന്റെ പേര്. പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തി വേറെ രീതിയിൽ, പിന്നെ റൈത്ത, ഇത് ഇത് നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അത്, പിന്നെ നമ്മുടെ സാധാ സലാഡ്, പിന്നെ പപ്പടം. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിഷ് കഴിച്ചല്ലോ. ഫിഷിലൊക്കെ തീരെ അതാണ് ഞാൻ പറഞ്ഞില്ല, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ സാധനം, മുള്ളൊന്നും ഇല്ലാത്തൊരു ഫിഷ് ആയിരുന്നു. ഞാൻ പറയാൻ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മള് ചോറ് ഫിഷൊക്കെ കഴിച്ചും പോൺസൊക്കെ കഴിച്ചപ്പോ തന്നെ ഫുള്ളായി. പക്ഷെ വീണ്ടും അവരിവിടത്തെ എന്താ പറയാ മെയിൻ സാധനത്തിൽ ഒന്നാണ് ഇപ്പൊ ബാംബു ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മളതൊന്ന് എനിക്ക് കൂടുതൽ കഴിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തോളൂ. അവര് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഭയങ്കര രസമുണ്ട്, നല്ല ഫ്രണ്ട്ലി ആണ്. സ്റ്റാഫുകളൊക്കെ നല്ല കണ്ടില്ലേ, ഇതാണ് കണ്ടില്ലേ ഇതിന്റെയൊക്കെ പ്രത്യേകതകള്. എനിക്ക് എന്താണെങ്കിലും ചിക്കൻ ഒന്നും ഇടണ്ട, മറ്റേ റൈസ് മാത്രം. കാരണം ഞാനിപ്പോ കംപ്ലീറ്റ് ഫിഷ് കഴിച്ചതിന്റെയും പോൺസ് കഴിച്ചതിന്റെ ഒക്കെ ത്രില്ലിലിരിക്കുകയാണ്. മതി ഇത്രയും ഇട്ടാൽ മതി. എനിക്ക് ചിക്കൻ ഇട്ടോട്ടെ, എനിക്ക് അങ്ങനത്തെ റസൂന് പിന്നെ ചിക്കൻ അവൻ ചിക്കനിലാണ് അവന്റെ മെയിൻ ആയിട്ട്. ചോറൊക്കെ നല്ല ചൂടിന് മണം. ഞാൻ സ്കൂളിൽ തന്നെ കഴിക്കാൻ പോവാണ്. എനിക്ക് കഴിക്കണം കാരണം എനിക്ക് ഇറച്ചിയൊന്നും ഇഷ്ടമില്ല, ഇറച്ചി കഴിക്കാൻ താല്പര്യം. അച്ചാറാണ് എടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വേറെ ബിരിയാണി ഉണ്ട്, ഇത് നമ്മുടെ ബാംബു ബിരിയാണി. അപ്പൊ ഈ ബാംബു ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാംബുവിലാണ് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇവരുടേതായിട്ടുള്ള ഫ്യൂഷൻ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിച്ചോണ്ടിരിക്കാം. പിന്നെ അതേപോലെ തന്നെ മറ്റേ പൊതിഞ്ഞയിലാണ് നമ്മുടെ നറുനെയ് ബിരിയാണി ഉണ്ടാക്കിയത്. ആദ്യം മറ്റേ ഇഡ്ഡലി ചെമ്പില് കാണിച്ചു തന്നില്ല, അത് നറുനെയ് അതിൽ നെയ്യൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. അത് നിങ്ങൾക്ക് ഉടൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അരി തന്നെ കണ്ടില്ലേ, വലിയ അരിയ, ബസ്മതിയുടെ വലിയ അരിയാന്ന് നല്ല ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ ഞാൻ കഴിക്കാത്തതിന്റെ കാര്യം, ഞാൻ ഫിഷും ബോൺസൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴും പ്രോൺസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴും എനിക്കിപ്പോ ചിക്കനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടിട്ടാണ് ചിക്കൻ ഞാൻ ഒഴിവാക്കിയത്. അപ്പൊ ലേശം സലാഡ് ഒഴിച്ചിട്ടുണ്ട്. പപ്പടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് റൈറ്റ് എന്ന് പറയുന്ന സലാഡ് തന്നെയാണ്.
ഞാന് കൈ കൊണ്ട് കഴിച്ചില്ല, കാരണം കൈ കൊണ്ട് തന്നെ ദിവസം ഇല്ല. ഞാൻ കൈ കൊണ്ടാണ് കഴിച്ച. തൈരിന്റെ സലാഡൊക്കെ ഇല്ലേ, കഴിച്ച നല്ല പുളിയുണ്ട്. മരണം വരാതിരിക്കരുതേ. നമ്മുടെ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ടുള്ള ഭാഗത്ത് നിന്ന് തന്നെയാണ്. ലിസി ഹോസ്പിറ്റലിൽ പോണവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കാം. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചു തീർന്നോട്ടെ. പേരെന്താ? दीपेश ദിപേഷ്. दीपेश ദിപേഷ്. ഓക്കെ. എവിടെന്നാ? सॉरी कहाँ से हो? दार्जिलिंग ഓക്കെ, ദാർജിലിംഗ്. പേരെന്താ? फसल മാസ്ക് ഉണ്ടായിരുന്നോ? ഫസൽ. എവിടെന്നാ? मलपुरम മലപ്പുറത്ത് നിന്നാണല്ലേ. സോനു സോനു. ആലപ്പുഴ. ആലപ്പുഴ. അതുൽ അതുൽ അങ്കമാലി. അങ്കമാലി എന്നാണല്ലേ. ഓക്കെ. മാസ്ക് ഉണ്ടായിരുന്നു. പേരെന്താ? റോബിൻ. റോബിൻ. എവിടെന്നാ? ഞാൻ പാല. പാലെന്നാണല്ലേ. ഓക്കെ. അപ്പൊ നമ്മളുടെ ഷെഫ് ജോമോൻ കൊണ്ടുവന്നിട്ട് ഒരു സ്പെഷ്യൽ ഇവിടുത്തെ ഒരു ഐറ്റം ഇതിപ്പോ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ബിരിയാണി തന്നിട്ടുണ്ട്. നർണയ ബിരിയാണി റസൂന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് പാർസല് കൊടുത്തിട്ടുണ്ട്. കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ജോമോന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ വയ്ക്കാണ് ഞങ്ങൾക്ക്. ഇപ്പൊ ഈ ഹോട്ടലിൽ എത്ര നാളായിപ്പോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? നമ്മളിവിടെ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇവിടെ ഇപ്പൊ കൊറോണ ഒക്കെ അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ഏതൊക്കെയാ? നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടേതായ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ബിരിയാണി ഉണ്ട്. നിങ്ങൾ കഴിച്ചപ്പോൾ ബാമ്പു ബിരിയാണി, നർണൈ ബിരിയാണി, അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ സ്റ്റാർട്ടേഴ്സ് ചെയ്തെടുക്കാറുണ്ടോ? നമുക്ക് സീ ഫുഡിന്റെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ സീ ഫുഡിന്റെ കുറെ വെറൈറ്റി സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, ചിക്കന്റെ കുറെ വെറൈറ്റി സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ചേട്ടന് ഇവിടെ 1.5 വർഷം കട ഓപ്പൺ ചെയ്തപ്പോ തൊട്ടിട്ട് വർക്ക് ചെയ്തു? അതെ, നമ്മൾ ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. എന്നാണെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫുകൾ ഒത്തിരി ഇഷ്ടമായി. കാരണം സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുമ്പോൾ തന്നെ അത് നല്ല ഐക്യം ഉള്ളൊരു, അതും ഓരോ വശവും നമ്മൾ ചെല്ലുമ്പോഴും ഇവിടുത്തെ നീറ്റ് ഒത്തിരി നല്ല നീറ്റാണ്. ഇപ്പൊ ബാത്റൂമിലാണെങ്കിലും ആൾക്കാർ പറയും വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇങ്ങനെ കിച്ചണൊക്കെ, പക്ഷെ ഇവിടെ അങ്ങനത്തെ ഇതില്ല. നമ്മളിപ്പോ കിച്ചണിലൊക്കെ വന്ന് കണ്ടു, എല്ലാം നല്ല ഭംഗിയായിട്ടും ഫുഡ് ടേസ്റ്റ് ആയി ഉണ്ടാക്കുന്ന അത്ര നല്ല പ്രാധാന്യമുള്ള സർവ് ചെയ്യാന്നുള്ളത്. സർവ് ചെയ്യാന്നുള്ളതും നമ്മൾ ആ ഒരു ഗസ്റ്റിനെ കെയർ ചെയ്ത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ വന്ന ആഹാരം കഴിക്കുമ്പോൾ ആ ഒരു ഫീല് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇവിടുത്തെ ചേട്ടന്മാരെന്നെ വന്നിട്ട് പിന്നെയും പിന്നെ എന്താ വേണ്ട എന്താ വേണ്ട. അതിന് മാത്രമല്ല ഇവിടെ കൂടുതൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കും, മലയാളികളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ കംപ്ലീറ്റ് എന്താ പറയാ മലയാളികളാണ്, അല്ലാണ്ട് മറുനാട് ഉള്ള ആളുകളല്ല. അതാണ് ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് മലപ്പുറം, കോഴിക്കോട്, പാല ആ ഭാഗത്തുള്ള അല്ലേ എല്ലാവരുമാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഞാൻ വളരെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചേട്ടന്റെ വീട് എവിടെ പറഞ്ഞു? കോട്ടയം. നമ്മുടെ ഷെഫിന്റെ വീട് കോട്ടയത്താണ്. അപ്പൊ എന്താണെങ്കിലും ഷെഫ് ഞങ്ങളെ ഇവിടെ എത്തി ഞങ്ങളെല്ലാവരും ഹോട്ടലും നിങ്ങളെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞെങ്കിലും വളരെ സന്തോഷം. അപ്പൊ 2 വാക്ക് ഞങ്ങളെ പറയാ, നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് പറയാ. വീഡിയോ എടുത്തൊക്കെ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു, തീർച്ചയായും. നമ്മുടെ ഫുഡ് മറ്റുള്ളവരിലേക്ക് നിങ്ങളിലൂടെയൊക്കെ എത്തുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നല്ലൊരു ഭാഗം ഉണ്ടാക്കിയത്. എന്ന പോലെ തന്നെ 1.5 വർഷമായിട്ടുള്ളല്ലോ നിങ്ങളുടെയും ഈ സ്ഥാപനം, അതായത് ഈ ഹോട്ടൽ. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് ഭയങ്കര പ്രശസ്തി. പക്ഷെ ഇത് ഞങ്ങളുടെ ഒത്തിരി പേര് കസിൻസും അതേപോലെ തന്നെ ഞങ്ങളുടെ 1-2 ഫാമിലി ഫ്രണ്ടും പറഞ്ഞിട്ട് ഇവിടെ നമ്മൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ 7ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. നമ്മുടെ ഷാർജയിലുണ്ട്, ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്. 6 ഔട്ട്ലെറ്റ് നമുക്ക് UAE വർക്കിംഗ് ആണ്. UAE തന്നെയാണ്. ഇത് നമ്മുടെ 7ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഇനി ഒരു ഔട്ട്ലെറ്റ് ഖത്തറിൽ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ ഖത്തറിലുള്ളവർക്കും അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. അവിടെ വരും. അപ്പോ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ പോയി കഴിക്കാൻ. നമ്മുടെ കുറച്ച് ഡിഷുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പം മാക്സിമം നമുക്ക്
ഗസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റൺ ചെയ്യുന്നത്. പഴയ ഒരു സ്ട്രെങ്തിൻ്റെ ഒരു കുറവുണ്ട് എങ്കിലും നമ്മൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വേണ്ടത് മാക്സിമം നമ്മുടെ ഫുഡ് അവരോട് എത്തിക്കുക, അതൊക്കെയാണ് നമ്മുടെ എന്താണെങ്കിലും ഇത്രയും നേരം നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ ഫുഡ് കഴിച്ചും ആസ്വദിച്ചും എനിക്ക് കാരണം മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്റെ മകൻ റസു ഫിഷ് എന്ന് പറഞ്ഞ സാധനം എല്ലാവരും. കാരണം ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ലൈവ് പോകാറുണ്ട് എല്ലാ ഞായറാഴ്ച. ഇപ്പൊ ലൈവിലുള്ളവർക്കൊക്കെ അറിയാം ഫിഷ് ഒന്ന് കഴിക്കുന്നത് മെയിൻ ബിരിയാണിയുടെ ആണെന്നൊക്കെ അറിയാം. അപ്പോ അവരോട് വേണ്ടി നീ പറഞ്ഞേക്ക്. പക്ഷെ ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ ഇവന്റെ ഇവിടെ വന്നപ്പോൾ കൈവിട്ടുപോയി ആ ഫ്ലേവർ ഞാൻ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയോ. പക്ഷെ നല്ലൊരു ഫ്ലേവർ. നമുക്ക് ആ മീനാണെന്ന് തന്നെ തോന്നൂല, കാരണം മീനിന്റെ ഉള്ളിലൊക്കെ മുള്ളുണ്ട്. ഇവർ ആ മുള്ളെല്ലാം എക്സ്ട്രാക്ട് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഇപ്പൊ ഫിഷിലാണെങ്കിൽ തന്നെ മുള്ളില്ല. അതാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് സേഫ്റ്റി ആണ്. കാരണം അതില്ല. പിന്നെ ഇപ്പൊ കാന്താരി ഇപ്പൊ തവ ഫ്രൈ ഒക്കെ കൊണ്ടുവന്നിട്ടായാലും നമുക്ക് ഭയങ്കര സ്പൈസി ആണെന്നൊക്കെ വരും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ഇവര് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. നമുക്ക് ഏത് കൂടുതല് നമ്മൾക്ക് ഇതിനെ കുറിച്ച് ഷെഫിനോട് ചോദിക്കാൻ പറ്റില്ല. എല്ലാത്തിലും അവരുടേതായ സീക്രട്ടുകൾ ഉണ്ടാവും. അത് നമ്മുടെ സീക്രട്ടുകൾ നമ്മൾ അവരോട് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണം ശരിയല്ല. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ഫുഡ് അടിപൊളിയായിരുന്നു, പറയാനില്ല. അപ്പൊ നമ്മൾ ഇത്രയും നേരം എല്ലാവരുമായിട്ടും നിങ്ങളുടെ സ്റ്റാഫായിട്ടൊക്കെ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. സാധാരണ നമ്മള് വന്നിട്ട് ഫുഡ് കഴിച്ച് ടേസ്റ്റ് നോക്കി പോണ ഒരു ബ്ലോഗറായിട്ട് നിങ്ങൾ കരുതരുത്. ഞങ്ങൾ വരുമ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ എടുക്കാറുള്ളൂ. അല്ലാണ്ട് ഫുഡിനെ മാത്രം പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പൊ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചത് നിങ്ങളും ഞങ്ങളെ സഹകരിച്ചതിനും കൂടെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ബ്ലോഗ് കൂടെ അവസാനിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആമിനത്താത്തയും റസൂ ഷെഫ് ജോമോൻ ചേട്ടനും പിന്നെ ഡാഡിയും വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ ജോമോൻ ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാവരും കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറന്റിൽ വന്നോട്ടെ. മറക്കരുത്. ഹോട്ടലിന്റെ ലൊക്കേഷന്റെ ലിങ്ക് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കലക്കറായിട്ട് കാണാൻ പറ്റും. ഇങ്ങോട്ടേ വരാനും സുഖമാണ്. പറയണം ഞങ്ങൾ ആമിനാസ് അടുക്കള കണ്ടിട്ട് ഇവിടെ വരണം പ്രത്യേകം ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ ജോമോൻ അതിൻ്റെതായ കുറച്ച് പരിഗണനകളുണ്ടാവും. അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഓക്കെ, ബൈ.